ഡെയിലി എനിക്ക് വരുന്ന കമന്റുകളിൽ ചിലത് ഏതാണെന്നറിയാമോ? ഏതെങ്കിലും ടിപ്പാണെങ്കിൽ ഈ ടിപ്പ് എത്ര നാൾ ചെയ്യണം, റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് നിർത്തണോ, എന്തിനാണ് ഇത് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത്രയും ടിപ്പുകൾ ഇടുന്നല്ലോ, ഇതിൽ ഏതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതേക്കുറിച്ചാണ്. ഹലോ, ഹെഡ്മിയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഏത് ടിപ്പും, അതല്ല എങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഏതെങ്കിലും ക്രീം ആയാൽ പോലും എനിക്ക് സ്യൂട്ട് ആകുന്നത് നിങ്ങൾക്ക് സ്യൂട്ട് ആകണം എന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പലരും ഈ ചോദ്യം ചോദിക്കും, ഏത് ക്രീമാണ് ചേച്ചി നല്ലത്, അല്ലെങ്കിൽ ഒരു ക്രീം സജസ്റ്റ് ചെയ്യാമോ, ഒരു ലോഷൻ സജസ്റ്റ് ചെയ്യാമോ എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതേക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞൊഴിയും. കാരണം എനിക്ക് പറ്റുന്നത് നിങ്ങൾക്ക് പറ്റണം എന്നില്ല. എനിക്കിത് അനുഭവമുണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാല്, നിങ്ങൾ ഏതേലും ഒരു ടിപ്പ് കാണുന്നു എങ്കിൽ അത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നല്ല റിസൾട്ട് കിട്ടി എങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ ഈ പല ടിപ്സ് ഇടുന്നത് അതിനു വേണ്ടി തന്നെയാണ്. കാരണം ഒരെണ്ണം ചിലപ്പോൾ ഒരാൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല, മറ്റേ ആൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരാം. അങ്ങനെയുള്ളവർക്ക് അടുത്ത ടിപ്പ് യൂസ് ചെയ്യാം. അതുമല്ല എങ്കിൽ ഒരു വീഡിയോയിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് മറ്റുള്ളവർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ നാട്ടിൽ അവൈലബിൾ ആണോ അവർക്ക് മാറി മാറി ട്രൈ ചെയ്യാമല്ലോ. അതിനുവേണ്ടിയാണ് ഈ പല ടിപ്സ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ റിസൾട്ട് കിട്ടിയത്, അത് മുഖത്താകട്ടെ മുടിയിലാകട്ടെ, ഏതാണോ ബെസ്റ്റ് റിസൾട്ട് കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. വേറെ ഒന്നിന്റെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. ഇനി എത്ര നാൾ ഇത് ചെയ്യണം, റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് നിർത്താമോ എന്ന് ചോദിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നല്ലേ, ഒരു പനിയൊക്കെ വന്നിട്ട് ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇത് വരില്ലേ? വരുമല്ലോ. അപ്പൊ എന്താ ചെയ്യുന്നേ? വീണ്ടും ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം കുളിച്ച് ശുദ്ധിയായാൽ വീണ്ടും കുളിക്കത്തില്ലേ പിറ്റേന്ന്? തലയിൽ ഒരു ദിവസം എണ്ണ തേച്ചാൽ പിന്നെ തേക്കില്ലേ കണ്ടിന്യൂസ് ആയിട്ട്? ഈ സെയിം മെത്തേഡാണ് നമുക്ക് ടിപ്സിന്റെ കാര്യത്തിലും. ഏതേലും ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ അതിനുശേഷവും നമ്മുടെ ജീവിതശൈലി ഒന്നും മാറുന്നില്ല. നമ്മൾ വെയിൽ കൊള്ളുന്നു, പൊടിയടിക്കുന്നു, ആഹാര രീതി മാറുന്നില്ല, നമ്മൾ കുളിക്കുന്ന വെള്ളം പോലും, കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ കുളിക്കുന്ന വെള്ളം പോലും ക്ലോറിൻ അടങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ആ പ്രശ്നം വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒരു ടിപ്പ് ചെയ്ത് റിസൾട്ട് കിട്ടിയാലും തീർച്ചയായിട്ടും അത് നിർത്തുമ്പോൾ കുറെ കഴിഞ്ഞ് ഈ പ്രശ്നം വരും, ഉറപ്പാണ്. ഇപ്പൊ താരന്റെ ആണെങ്കിലും മുടികൊഴിച്ചിലിന്റെ ആണെങ്കിലും നമ്മൾക്കൊരു ടിപ്പ് യൂസ് ചെയ്യുമ്പോൾ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. പക്ഷെ അത് നിർത്തിക്കഴിഞ്ഞിട്ട് ഒരു മാസമോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ ഒന്ന് നോക്കിക്കേ, വീണ്ടും ആ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, റിസൾട്ട് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഡെയിലി ആണ് നിങ്ങൾ ഒരു ടിപ്പ് യൂസ് ചെയ്തതുകൊണ്ടിരുന്നെങ്കിൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് അത് ആഴ്ചയിൽ 2 പ്രാവശ്യമാക്കാം. അതിന്റെ ഈ സമയം കുറച്ച് കൊണ്ടുവരാം നമുക്ക്. പക്ഷെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെയ്യണം, അത് അത്യാവശ്യമാണ്. ഇനി മുടിയിലാണെങ്കിൽ എന്തെല്ലാം ടിപ്സ് ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം ഡെയിലി ചെയ്യുന്നത് ഏറ്റവും നല്ലതാ. ഞാനീ പറയുന്നത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നത് പോലെയുള്ള നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുള്ള ടിപ്സ് ആണ്. അല്ലാതെ പുറമേ നിന്നും വാങ്ങിയ എന്തെങ്കിലും കെമിക്കൽ അടങ്ങിയ പായ്ക്കുകളോ അങ്ങനെയുള്ളതോ ഒന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇതൊരു വീഡിയോ ഇട്ടിടാൻ കാരണം ഈ ദിവസങ്ങളിൽ ഒത്തിരി ഡൗട്ടുകൾ എനിക്ക് വരുന്നുണ്ട്. ഇതിനി കണ്ടിന്യൂ ചെയ്യണോ, എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആക്കി ഇട്ടാൽ ആര് സംശയം ചോദിച്ചാലും ഈ ലിങ്ക് അങ്ങ് കൊടുത്താൽ മതിയല്ലോ, അവർ കേട്ടിട്ട് അവർക്ക് മനസ്സിലാവും. ഇതിനെല്ലാം പുറമെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, കുറഞ്ഞത് 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. ഇത് അത്യാവശ്യമാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.